ഗൈസ് ഇനി ചെമ്പല്ലി കൂട്ടി ഒരു പിടി. അവൻ്റെ മക്കളെ നോക്ക്, ഇതിങ്ങോട്ട് ഇടുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഒരു ഉരുളങ്ങനെ എടുക്കുക. അവൻ്റെ മക്കളെ ഈനാ നാട്ടിൽ വരുന്നത്. ഇതാ ഔ വൈബ്. നേരെ മുമ്പ് ആ ഗ്രാൻഡ് വിറ്റാറിന്റെ മുകളിലുള്ള നേരെ മുകളിൽ ഗ്ലാസ് പൊട്ടി. ആ ഗ്ലാസ് ലൈറ്റിന്റെ ഗ്ലാസ് പൊട്ടീന്. ഓക്കെ, അത് എങ്ങനെയാ പൊട്ടിയെന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനം. ഉപ്പനെ പറയും. ഇനി നമ്മൾ അത് അയാളോട് ചോദിക്കുന്നു. അയാളെ ചെറുങ്ങനെ ഓവർടേക്ക് നിർത്തുപ്പ. വേവിട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഗൈസ്, ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ വ്ലോഗ് ആയിരിക്കും, ചിലപ്പോൾ സീരീസ് ഓഫ് വ്ലോഗ്സ് വരാൻ മതി. ഗൈസ്, നമ്മള് ഒരു കല്യാണമായിട്ട് കണ്ണൂരേക്ക് പോവാണ്. ഉമ്മന്റെ അനിയത്തിന്റെ മോളെ കല്യാണമാണ് ഗൈസ്. അപ്പൊ 3-4 ദിവസത്തെ പരിപാടിയാണ്. പിന്നെ വന്നിട്ട് കണ്ണൂർ ഇതുവരെ പോയില്ല. ഉമ്മന്റെ വീട് കണ്ണൂരാണ്. സോ ചിലപ്പോൾ കുറെ എപ്പിസോഡുകളായിട്ടേക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ ഒന്നിൽ അവസാനിപ്പിച്ച് കല്യാണം ഞാൻ എൻജോയ് ചെയ്യും. അതാണ് കാര്യം. എനിവേസ്, നമ്മളിതാ ഇറങ്ങിയാണ്. ഫുൾ പാക്ഡ് ആണ്, ഫുൾ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പൊ പോണ വഴിക്ക് ആദ്യം ചിലപ്പോൾ ലിസി കിട്ടും. ലിസിന്ന് നമുക്ക് ചോറും തിന്നിട്ട് പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഓക്കെ ലൈമനെ. ഓക്കെ. സോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഇതാ ലിസിയിലെത്തി. ഒരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നുണ്ട്. ഞാൻ അതാ പാർക്ക് ചെയ്ത് വരികയാണ്. അപ്പോൾ അതാ ഈ സമയത്തൊക്കെ പോയാൽ അതാ തിരക്ക് കുറഞ്ഞ് നൈസായിട്ട് ഫുഡും കഴിച്ച് പോവാം. ആരും ഉണ്ടാവില്ല, തിരക്കല്ല കുറവായിരിക്കും. എന്താ കഴിക്കാൻ പോണേ? ചോറിൻ്റെ കൂടെ ആണോ? പൈസ കൊടുക്കുന്നതിനനുസരിച്ച് ആണോ? ചിമ്പ്ര ഡയറ്റിലല്ലേ? എന്തൊക്കെ കഴിക്കാനുള്ള പറഞ്ഞോളി. കഴിക്കാൻ ഇപ്പോഴുള്ളത് നിലവിൽ ചോറിൻ്റെ കൂടെ പൊരിച്ചെന്തൊക്കെ? അയക്കൂറ പൊരിച്ചുണ്ട്, നെയ്മീനുണ്ട്, ആവോലിയുണ്ട്, പിന്നെ ചെമ്പല്ലിയുണ്ട്. ഓ, ചെമ്പല്ലിയുണ്ട് അല്ലേ? കല്ലുമ്മക്കായി ഉണ്ട്, ചെമ്മീനുണ്ട്, ഏത് തരം സ്പെഷ്യലും ഉണ്ട്. എന്തുണ്ട്? പായസമുണ്ട്. ചോറ് പറഞ്ഞു തന്നിട്ട് ആ ചോറായി വരുന്നേ ഉള്ളൂ. അത് പ്രശ്നമല്ല, സമയം എടുത്തോളി. സീറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇരുന്നോട്ടെ. അതെ, എല്ലാവാതെ ചോറായി എന്ന് പറയാൻ പറ്റില്ല. യെസ്, അത് കറക്റ്റ്. ഈ സമയത്ത് വന്നാണ്ടോ ഗൈസ്, കാലി കഴിക്കും. കുറച്ച് നേരത്തെ വന്നാലേ ലിസി ആസ്വദിച്ച് തിന്ന് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും. ആദ്യം പൊരിച്ചതാ വന്ന് ചെമ്പല്ലി ഓർഡർ ചെയ്ത്, പിന്നെ ഒരു നെയ്മീനും ഓർഡർ ചെയ്തിരുന്നു ഗൈസ്. ഈ മസാലയും കൂട്ടിയാണ് അടിക്കാൻ പോണത്. പട്ടിക്കോളി. ഇതെന്താ സാധനം? പൈനാപ്പിൾ പച്ചടി. അടി ഓൾറെഡി തുടങ്ങി. ചോറ് വരാനുള്ള നേരല്ലേ? തീർക്കല്ലേ, മീൻ തീർക്കല്ലേ. മീന് ഭയങ്കര പൈസ. വന്ന് ഗായ്സ്, വന്ന് തുടങ്ങിയോ? എങ്ങണ്ടിപ്പാ? അടിപൊളി. കിട്ടില്ലല്ലേ? ഒരു മീനും കൂട്ടി ഒരു പിടി. ചെമ്പല്ലല്ലേ? ഓ ചോളി. ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ചിട്ട് അതിൻ്റെ കൂടെ പാലട പോയിട്ട് ഗൈസ്. നല്ല ചൂടുണ്ട് ഗൈസ്. ചൂട് എന്ന് പറഞ്ഞാൽ ഫ്രഷ് 12 മണിക്ക് ചെമ്പ് പൊട്ടിച്ചിങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ. ക്യാബേജ്, പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതെന്തോ ഒരു സാധനം. ഇത് അച്ചാർ, ചമ്മന്തി, പൈനാപ്പിൾ തോരൻ, ഒരു പറഞ്ഞെന്നുകൊണ്ട് അറിയാം, സാമ്പാർ, മീൻകറി, പരിപ്പ്, ഒരു കഷ്ണം പപ്പടം, ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കുഴക്കുക. എന്നിട്ടൊരു കഷ്ണം. ഇതെന്താ ഇപ്പം നെയ്മീനല്ലേ? നെയ്മീൻ ഒരു കഷ്ണവും കുറച്ച് മുളകും ഇതിങ്ങനെ ഇതിലൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ കുഴക്കുക. എന്നിട്ടൊരു പിടി ഉരുളങ്ങനെ ആക്കിയിട്ട് അതാ ഗൈസ്, ഒരു കാര്യം പറഞ്ഞാൽ ഹൈപ്പൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. ഓട്ടോളി. ഒരു പൊടി കൂടി തിന്നട്ടെ. ഏത്? ഓ, പുളിഞ്ചി ഗൈസ്. ഓ, ഗൈസ്, വൈറലായത് വെറുതെ ഒന്നല്ല, ഇവിടുത്തെ ഫുഡ് കൊണ്ട് തന്നെയാണ് വൈറലായത്. നല്ല ഭക്ഷണം, മീനൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഈ മുളകിന് തന്നെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഇനി ചെമ്പല്ലി കൂട്ടി ഒരു പിടി. അവൻ്റെ മക്കളെ നോക്ക്,
ഇതിങ്ങോട്ട് ഇടുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഒരു ഉരുള ഇങ്ങനെ എടുക്കുക. ഔൻ്റെ മക്കളെ ഈനാ നാട്ടിൽ വരുന്നത്. ഇതാ ഔ വൈബ് ഗൈസ് എല്ലാം കഴിഞ്ഞ്. ഇനി ഇതാ അടപ്രഥമൻ അല്ലേ? ഓ അതിനിടയ്ക്ക് രസമൊക്കെ അതാ കുടിക്കിന. ഇതെല്ലാം കൂടി കണ്ണൂരെത്തുമോ? കോഴിക്കോട് നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. മധുരം. അടിച്ച് കയറ്റി കഴിഞ്ഞ് ഗൈസ്. ടാറ്റ ബൈ ബൈ. അടിച്ച് കയറ്റിട്ടേ ഛർദിക്കാൻ വരുന്നതെന്ന് അറിയാ. കുറച്ച് തിന്നാ പോരെ, എന്തിനാ അടിച്ച് തിന്ന്? ഫുഡ് എങ്ങനെ ബ്രോ? ഹോണസ്റ്റ് റിവ്യൂ. ഹൈപ്പിനുള്ള ഫുഡ് ഉണ്ട് അല്ലേ? അതാണ് ഇവിടെ ആള് കുറയാത്തു. സത്യം. ചോറും കറിയും ആ വറവുകളും എല്ലാം സൈഡ് ഡിഷ് ഒക്കെ പെർഫെക്റ്റ്. ഇതാണ് ലിസി ചേച്ചി. ലിസി ചേച്ചിനെ കണ്ടില്ലാന്ന് ആരും പറയരുത് ഗൈസ്. അപ്പം ലിസിന്ന് ഫുഡും കഴിച്ചിറങ്ങി. നല്ല ഭക്ഷണം, അതൊക്കെ ഓൾറെഡി നമ്മളടുത്ത് പറഞ്ഞ്. അടിപൊളി ഭക്ഷണം. ഇനി നല്ല പൊരിച്ച്, നല്ല ചോറ്, നല്ല സൈഡ് വറവുകൾ എല്ലാം ഒന്നിനൊന്നും മെച്ചോ. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഹൈപ്പ് തന്നെ പോണത്. പറ്റുന്നവരൊക്കെ വന്ന് കഴിച്ചു നോക്കാണ്ടി. കുറച്ച് നേരത്തെ ഒരു 11:30-11:45 പോയാൽ സീറ്റ് കിട്ടും. പിന്നെ ചോറ് കൊടുക്കാൻ ഒരു 12 മണി വരെ വെയിറ്റിംഗ് ഉണ്ട്. ഇപ്പം എങ്ങണ്ടേ ചോറ്? അടിപൊളി ചോറ് ഒക്കെ ഉഷാറല്ലേ? പൊരിച്ചും ചോറും കാര്യങ്ങളൊക്കെ. ഓ മാങ്ങച്ചാറ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പൈനാപ്പിൾ ഒരു സാധനം തന്നാണ്. അത് ചോറ് തിന്ന് കഴിഞ്ഞിട്ട് വേണം അത് തൊട്ട് വെക്കാൻ. ആ പൈനാപ്പിൾ സലാഡ്. അതൊരു ഐസ്ക്രീം വൈബ് അടിക്കുന്നുണ്ട്. ആടി അത് തിന്നുമ്പോൾ ഒരു മധുരല്ലേ? ആ അത് ലാസ്റ്റ് ചോറ് നെയ്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മധുരം തിന്ന ഫീല് കിട്ടുകയും ചെയ്യും. പായസവും വലിച്ചു കുടിച്ച്. ഏതായാലും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും ഓൺ റോഡാണ്. ഇപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് നേരെ പള്ളിയിലേക്കാണ് ഗ്യാസ്. പള്ളിയിൽ നിസ്കരിച്ച് വീണ്ടും യാത്ര തുടങ്ങുന്നതാണ്. ഇപ്പം ടൈം ഏകദേശം 12:30 നമ്മളൊരു 2:30-3 മണിയാകുമ്പോൾ കണ്ണൂരെത്തുമോ? 3 മണിയും കഴിയും ഗൈസ്. ഇനിയിപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ മതി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്താണ് ഇപ്പോൾ പറയുന്നത്? ആ ബ്രേക്ക് ലൈറ്റിന് നേരെ മുമ്പിൽ ഗ്രാൻഡ് വിറ്റാറിന്റെ മുകളിൽ ഗ്ലാസ് പൊട്ടി. ആ ഗ്ലാസ് ലൈറ്റിന്റെ ഗ്ലാസ് പൊട്ടീന്. ഓക്കെ, അത് എങ്ങനെയാ പൊട്ടിയെന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനം. അതെങ്ങനെയാ ലൈറ്റ് പൊട്ടിയെന്ന് നമ്മൾ പറയണം. തേങ്ങ വീണിട്ടെന്ന് ബിബോ പറയുന്നു. ആരോ കല്ലെറിഞ്ഞ് അഫറ പറയുന്നു. ചിമ്പറും താരല്ലേ വല്ല ബസ്സോ ലോറി വന്ന് അടിച്ചതാണെന്നാണ് ചിമ്പറ് പറയുന്നു. ഇവൻ എനിക്ക് എന്താ പറയാണ്ടോ? എങ്ങനെ പൊട്ടിയെന്ന് ചെറിയൊരു ഗസ് അടിച്ചോ? ഉപ്പ വന്നേനെ ഈ വണ്ടിനെ കൊണ്ടുപോയി തട്ടിണ്ടാന്നാണ് ഉപ്പ പറയുന്നത്. നമ്മൾ ഉറങ്ങി അപ്പോഴാണോ? എന്നാ ഉപ്പനെ പറയും. അതെങ്ങനെയാ തട്ടിയെന്ന് പറഞ്ഞാൽ ഡിക്ക് തുറക്കുമ്പോ മോള് തട്ടിപ്പോയി ആണോ? ഇനി നമ്മൾ അത് അയാളോട് ചോദിക്കുന്നു. അയാളെ ചെറുങ്ങനെ ഓവർടേക്ക് നിർത്തുപ്പ. അയാളോട് ചോദിക്കാം നമ്മളതിന്. അതാണ് ഗൈസ് കളി. അത് അങ്ങനെയാണ് തീരണേ. മെല്ലെ അയാളെ ബാക്കിൽ തന്നെ വിട്ടോ ഗൈസ്. ഇനി നമ്മൾ ഇതാ ഉപ്പ പറഞ്ഞെന്താ പറഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആക്കുമ്പോൾ അത് മുകളിലോട്ടേക്ക് പൊന്തി കഴിഞ്ഞ് തട്ടിയാണ് അതിൻ്റെ ആ ഗ്ലാസ്സിനവിടെ പൊട്ട് വന്നതാണ് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലഗേജ് തുറന്ന് അമ്പിച്ചടിച്ചു. നമ്മളതാ മൂപ്പര ഇവിടെ അല്ലേ? മൂപ്പര നമ്മളിനി നൈസായിട്ട് ഓവർടേക്ക് നിർത്തിയിട്ട് കറക്റ്റ് ചോദിക്കും. ഓക്കെ, ഓരോട് ചോദിച്ചു നോക്കണം അത് അങ്ങനെ ആണല്ലേ എന്നുള്ള അറിയണല്ലോ. വേവിട് വിത്താരതാ പോണ ഗൈസ്. വിത്താരതാ പോണ. വിത്താരനെ പിടിച്ച് ചോദിക്കാണ്ട് ഇപ്പനെ തള്ളിമാറി ഇന്ന് 2-1 സെറ്റാക്കാനുള്ളതാ. ഞാൻ കയ്യൊക്കെ പോക്കി പുറത്തിട്ട് നോക്കി, ഒരു രക്ഷയില്ല. അയാൾ നിർത്തൂല. ആ ഇതിൽ കിട്ടും. ഈ കത്തിക്ക് ആ അതിൽ കിട്ടും. നല്ല സ്ലോ ആക്കേ. സൈഡായിക്കോട്ടെ. നിർത്ത്. ഞങ്ങളെ ഫാമിലി ആയിട്ട് പോവാ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഒരു ബെറ്റ് വെച്ച്. ബാക്കിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഫാദർ പറഞ്ഞു ഇത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഈ ഗ്ലാസ് പൊട്ടിയെന്ന് പറയാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ തേങ്ങ വീണുണ്ടാവും, ബാക്കിൽ നിന്ന് വണ്ടി അടിച്ച് പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിർത്തിയിട്ട് പുള്ളിയോടൊന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് പൊട്ടിയത്. അപ്പോൾ അതെങ്ങനെ പൊട്ടിയതെന്ന് കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇതല്ലേ ബാക്കില് മറ്റേ സെൻസറല്ലേ എന്തോ അതൊന്ന് സ്റ്റക്കായ പോലെ കാണിക്കൂ.
അടുത്തെത്തുമ്പോൾ അടിച്ചു വണ്ടി തന്നെ വണ്ടി ഒരു പോസ്റ്റ് കൊടുക്കും ഫോർച്യൂണർ ഒരു പോസ്റ്റ് എങ്ങനെ ഇലക്ട്രിക് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിന് അതായത് ഫ്രണ്ട് ആയിട്ടില്ല ബാക്ക് തന്നെ റിവേഴ്സ് എടുക്കുമ്പോ തട്ടിപ്പോയി അപ്പൊ സാധാരണ സെൻസറിങ് എടുക്കുമല്ലോ ഞാൻ ആ ധൈര്യത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അതിനൊന്നും കാണിച്ചില്ല അടുത്തെത്തുമല്ലോ തട്ടി അങ്ങനെയാണ് അപ്പൊ പൊട്ടി താങ്ക് യു ബുദ്ധിമുട്ടായില്ലല്ലോ പോയിക്കോ ഇങ്ങോട്ടേക്ക് നമ്മള് ഇവിടെ തോട്ടട കല്യാണം കാലിക്കറ്റ് നിന്ന് വരാം ഉമ്മന്റെ വീട് ഇവിടെ തോട്ടടക്ക ശരി എന്നാല് ഓക്കെ ശരി അപ്പൊ ഗൈസ് ഉപ്പന്റെ ചലഞ്ച് മൂഞ്ചി ഗൈസ് ഉപ്പന്റെ ചലഞ്ച് മൂഞ്ചതായി അറിയിക്കുന്നു അത് അയാൾ ബാക്ക് എടുത്തപ്പോ പോസ്റ്റിന് തട്ടിയാണ് പൊട്ടിയത് ഗൈസ് അത് മൂഞ്ചി അത് തീരുമാനമായി കൊടുത്തിക്കണ് അയാൾ റിവേഴ്സ് എടുത്തപ്പോ സെൻസർ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ലാസ്റ്റ് അറിയാണ്ട് അടുത്തെത്തിയപ്പോ അങ്ങ് പൊട്ടിപ്പോയി തട്ടി എന്തൊക്കെ അതിന് ഡിക്കി മോളോട്ടാക്കിയപ്പോ പൊട്ടാന്ന് ഇജാതി തള്ളൊക്കെ മൂപ്പര് ഭയങ്കര ഫ്രണ്ട്ലി കയ്യൊക്കെ ഇല്ലല്ല നല്ലൊരു മനുഷ്യൻ മക്കളെ. അപ്പൊ ആ ചലഞ്ച് ഏതായാലും മൂഞ്ചിച്ചെടുത്തിന് ഇനി ഇങ്ങനത്തെ ചലഞ്ചസ് ഉണ്ട് പോരട്ടെ പറഞ്ഞോ ഓരോന്നായി തീർത്തരാം. സോ ഗൈസ് ഒന്നും പറയണ്ട. അങ്ങനെ നമ്മള് നേരെ കണ്ണൂരിന് നേരെ ഉമ്മന്റെ സിസ്റ്ററിന്റെ വീട്ടിലെത്തി. അവിടെ പോയി അവിടുന്ന് ഫ്രഷായി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ രാത്രി നേരെ ഇതാ കല്യാണ വീട്ടിലേക്ക് വന്ന്. ഇവിടെയാണ് കല്യാണം. ഈ സിസ്റ്ററിൻ്റെ മോളുടെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നൊരു അതായത് ഇന്ന് ഫ്രൈഡേ അല്ലേ, സൺഡേ ആണ് ഒറിജിനൽ മാരേജ്, നാളെ നിക്കാഹ്, സൺഡേ റിസപ്ഷൻ. ഇന്ന് നമ്മൾ ചെറുങ്ങനെ ഫാമിലി ഓൺലി ഒരു മൊറോക്കൻ നൈറ്റ്സ് മാതിരി തോപ്പൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ടൊന്ന് ചില്ല് ചെയ്യുന്ന പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് സെറ്റാക്കാം. ഞാൻ കയറട്ടെ. ഓക്കെ, എല്ലാവരും ഉള്ളിൽ കയറി ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് പോവാണ്. രാത്രിയാകുമ്പോൾ ഫുൾ പാട്ട്, ഡാൻസ്, ചിൽ വൈബ്സ്. ഇന്ന് നമ്മൾ കുറഞ്ഞ ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഇന്ന് വലിയ പരിപാടി ആയിട്ടൊന്നുമില്ല. പരിപാടീസ് നാളെയും മറ്റന്നാളേക്കാണ് മെയിനായിട്ട്. ഗൈസ് നമ്മൾ നേരെ ആദ്യം പോയത് ഷെഫീദാദിൻ്റെ വീട്ടിലേക്കാണ്. ഷെഫീദാദിൻ്റെ വീട്ടിൽ നിന്ന് ഫുള്ള് ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തി, കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തി. ഇതാ ഡ്രസ്സിൻ്റെ എന്ത് നൈറ്റാണ്? മൊറോക്കൻ നൈറ്റ് അല്ലേ? ടീം മൊറോക്കൻ നൈറ്റ് അല്ലേ ഗൈസ്? ഇതാണ് ഗൈസ് അയാൻ ഡാൻസർ ഓഫ് ദ ഫാമിലി. സോ ഗൈസ് നമ്മളിതാ കല്യാണ പെണ്ണിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹലോ പറയൂ. എത്ര മുള പൊട്ടിട്ടിന് മുഖം മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ മുഖം എടുത്തു. യെല്ലോ ആണ് ഗൈസ് ഇന്നത്തെ തീം. ഗൈസ് ഞാൻ പറഞ്ഞ മാതിരി മൊറോക്കൻ വൈബ്സ് ആണ് ഗൈസ് ഇന്ന്. എല്ലാവരും മൊറോക്കൻ തീമിൽ ഇവിടെ ഉള്ള എല്ലാവരും കണ്ടില്ലേ മൊറോക്കൻ ലുക്കിൽ. സൈന ഒന്ന് ഹായ് പറ. ഇബു ഹായ് പറ. സമീറ ഹായ് പറ. ലെറ്റ്സ് ഗോ. എല്ലാവരും മൊറോക്കൻ വൈബ്സിലാണ് ഗൈസ്. ഇനി നമ്മൾ ബോയ്സ് കുറച്ച് ആൾക്കാർ മാറ്റാനുണ്ട്. ബോയ്സ് ഡ്രസ്സ് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ബോയ്സ് എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ കൂടി വരാനുണ്ട് ഗൈസ്. സോ അപ്പം കാണാം ഇനി ഗൈസ്. എല്ലാവരും ഇതാ ഒരുങ്ങി വൈബായി മൊറോക്കൻ നൈറ്റ്സ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഡിലേ ഉള്ളൂ ഗൈസ്. ലൈറ്റ്സും മ്യൂസിക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില്ലായിട്ട് ഇറങ്ങുന്നതാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഹാവ് സം ഫൺ ഗൈസ്. ലെറ്റ്സ് ഗോ. എണീക്കേ. ഗൈസ് നമ്മളെ മൊറോക്കൻ നൈറ്റാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കൂ. ഇതാണ് നമ്മളുടെ ഹീറോയിൻ. ടുഡേസ് ഹീറോയിൻ ഇസ് ഹിയർ ഗൈസ്. എൻ്റെ കണ്ണട ഓള് ചാമ്പ്യ വേറെ കാര്യം ഗൈസ്. ഞാൻ കണ്ണട ഇല്ലാണ്ടാണ് നിൽക്കുന്നത്, നോക്കിയോ. ഓക്കെ പോരാ ഗൈസ്, എനർജി പോരാ. 1 2 3 സ്റ്റാർട്ട്. ഗൈസ് ഇതാണ് ബ്രൈഡിന്റെ മോം. ഓക്കെ സോ ഗൈസ് നമ്മളെ മൊറോക്കൻ നൈറ്റ്സ് ഏകദേശം ഹാഫ് ടൈം ആയി. ഇനി കുറച്ച് കൊട്ടിക്കലാശം കൂടി ഉണ്ട്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് മധുഹൂത്ത് കഴിക്കാൻ വെച്ചാൽ ഇന്നത്തെ സ്പെഷ്യൽ മധുഹൂത്താണ് ഗൈസ്. നല്ല ലെഗ് പീസ് മധുഹൂത്തും അല്ല ചിക്കനും പിന്നെ മധുഹൂത്ത് റൈസും ഗൈസ്. ഒരു പീസ് വായിലിട്ട് കാണിച്ചിട്ട് ഒന്ന് വെയിറ്റ്. ആദ്യം ഇതിങ്ങനെ പൊളിക്കുക. ഓക്കെ, നെറ്റിയിലിടുക. കുറച്ച് മയോണീസ് ഇങ്ങനെ എടുക്കുക, സെൻറ്ററിൽ ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കുഴച്ച് നല്ലോണം ഒന്ന് കുഴച്ച് പീസും കൂട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ ഏത് ടേസ്റ്റ്! അടിപൊളി മധുഹൂത്ത് ഗൈസ്. ഒരു രക്ഷയില്ല. അടിപൊളി ഫുഡ് സൂപ്പറാണ് ഗൈസ്. ബാക്കി ഞാൻ തിന്നിട്ട് ബാക്കി രാത്രി കാണാം ഗൈസ്. ആ കാണുന്നതാണ് എൻ്റെ ഫാദർ. ഹായ് 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 ഹായ്.
അയ്യോ 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 Marshmallow. കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടമീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തങ്കമാട സംഘകാല തമിഴ് പാടി തേരിലേ Melody Asha Nisha Asha Baba Chundariye Mata Mundariye Baba Chundariye Subba Hey hey Ene ullilekku it's about feelings 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 Nandane Hey 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 തിരികെ അങ്ങോട്ടേക്ക് സോ ഗൈസ് തനുക്കി ഷാദി ഫസ്റ്റ് ഡേ നമ്മൾ തൂക്കിയെറിഞ്ഞു ഗൈസ് ഡാൻസും പാട്ടും കൂത്തുമായി എൻജോയ് ചെയ്ത് അവശനായി കിടക്കുകയാണ് ഞാനും എൻ്റെ പാർട്ട്ണർ അയാനും ഗൈസ് ഫുള്ളി ടയേർഡ് ആണ് അപ്പോൾ ഇനി ഉള്ള പരിപാടി ടുമാറോ അപ്പോൾ നമുക്ക് ടുമാറോ അടിച്ചു പൊളിക്കല്ലേ യെസ് ഗൈസ് ലവ് യു അപ്പോൾ സീ യു ടുമാറോ ബൈ ബൈ